നമസ്കാരം. ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിൽ സംശയമുണ്ട്. അതുകൊണ്ട് രാജ്യം ബാലറ്റിലേക്ക് മടങ്ങണം. വികസിത രാജ്യങ്ങൾ പോലും ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യവും ബാലറ്റ് പെട്ടിയിലേക്കും ബാലറ്റ് പേപ്പറിലേക്കും മടങ്ങണം. അതുവഴി ഈ സംശയം മാറ്റിയെടുക്കണം എന്നാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവായ AICC അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗുജറാത്തിൽ അവരുടെ AICC സമ്മേളനം നടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട സമ്മേളനമാണ്. കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. ദേശീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എവിടെ വേണമെങ്കിലും സംസ്ഥാന അല്ലെങ്കിൽ ദേശീയ സമ്മേളനങ്ങൾ AICC സമ്മേളനങ്ങൾ നടത്താം. ദില്ലിക്ക് പുറത്ത് നടത്തുന്നു എന്നുള്ളത് തന്നെ സ്വാഗതാർഹമാണ്. അത് ഗുജറാത്തിൽ വെച്ച് നടത്തുന്നു എന്നതിനെ വലിയ ഒരു കാര്യമായിട്ടാണ് കേരളത്തിൽ നിന്ന് പോയ കോൺഗ്രസ് നേതാക്കളടക്കം പറയുന്നത്. രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന നമ്മൾ രാവിലെ കേട്ടതാണ്. അതായത്, കണ്ടോ, ഞങ്ങൾ മോദിയുടെ മടയിൽ വന്നിരുന്നാണ് ഈ AICC യോഗം ചേരുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, അടുത്ത തവണ മോദിയുടെ ഗുജറാത്ത് ഞങ്ങൾ പിടിച്ചടക്കും എന്നാണ് AICC സമ്മേളനത്തുമായി ബന്ധപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. കഴിഞ്ഞ ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് അതിൻ്റെ ചുമതല വഹിച്ചയാളാണ് ഈ പറയുന്നത്. കഴിഞ്ഞ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒന്നടങ്കം തകർന്ന് തരിപ്പണമാകുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും ചുമതല വഹിച്ചയാളാണ് രമേശ് ചെന്നിത്തല. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എങ്ങനെയായി എന്ന് നമ്മൾ കണ്ടതാണ്. ആ രമേശ് ചെന്നിത്തലയാണ് ഗുജറാത്തിൽ AICC സമ്മേളനം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഗുജറാത്ത് ഞങ്ങൾ പിടിച്ചടക്കാൻ പോകുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി, കോൺഗ്രസിൻ്റെ നേതാവായ രാഹുൽ ഗാന്ധി അവിടെ വന്ന് കുറച്ച് സമയം നേതാക്കന്മാരുമായി സംസാരിക്കുകയും മുഴുവൻ നേതാക്കന്മാരുമായും അടിച്ചു പിരിയുകയും നിങ്ങളൊക്കെ BJPയുടെ ചാരന്മാരാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്തത് എന്ന് നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിനെ വല്ലാതെ നാണം കെടുത്തിയ ഒരു സംഭവം തന്നെയായിരുന്നു. സ്വന്തം പാർട്ടി ഘടകത്തെയും സ്വന്തം പാർട്ടി നേതാക്കളെയും രാഹുൽ ഗാന്ധിക്ക് വിശ്വാസമില്ല. രാത്രി BJPയോടൊപ്പവും പകൽ കോൺഗ്രസിൻ്റെ കൊടിയും പിടിച്ച് നടക്കുന്നവരാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ എന്ന് പരസ്യമായി പറഞ്ഞതിന് ശേഷമാണ് രാഹുൽ ഗാന്ധി ഈ ഗുജറാത്തിൽ നിന്നും മടങ്ങിയത്. ആ ഗുജറാത്തിലേക്കാണ് വീണ്ടും AICC സമ്മേളനം വിളിച്ചു ചേർത്ത ശേഷം ഗുജറാത്ത് പിടിക്കും, അതിനുശേഷം ഇന്ത്യ പിടിക്കും, മോദിയെ ഓടിക്കും എന്നൊക്കെ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ ഗാന്ധിയെ മാറ്റി പ്രിയങ്ക ഗാന്ധിയെ AICCയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെയുള്ള ചില കിംവദന്തികൾ കേൾക്കുന്നുണ്ട്. കേരളത്തിലടക്കം അത്തരം ചർച്ചകൾ സജീവമാണ്. എന്തായാലും ഈ AICC യോഗത്തിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. ആ പങ്കെടുക്കാത്തതിൻ്റെ കാരണമെന്ത് എന്ന് വ്യക്തമായി ഇതുവരെ AICC പ്രതികരിച്ചിട്ടില്ല. വ്യക്തിപരമായ യാത്രകളാണ്, നേരത്തെ നിശ്ചയിച്ചതാണ് എന്നൊക്കെയാണ് പറയുന്നത്. പാർട്ടിയുടെ ദേശീയ സമ്മേളനത്തിന് മുകളിൽ നേരത്തെ നിശ്ചയിക്കപ്പെട്ട എന്ത് പരിപാടിയാണ് പ്രിയങ്ക ഗാന്ധിക്കുള്ളത് എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്തായാലും പാർട്ടിയിലെ ഈ നേതാക്കന്മാർ, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരെ AICC സമ്മേളനത്തിൽ കൊണ്ടുവന്ന് പങ്കെടുപ്പിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ അതിന് കഴിവില്ലാത്ത ഒരു ദേശീയ അധ്യക്ഷനാണ് രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു വലിയ ശ്രമം നടത്തുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ഈ 140 കോടി ജനങ്ങളുള്ള ഒരു വലിയ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നു. ഒരു മാസം പോലും എടുത്തില്ല രാജ്യമൊട്ടാകെ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ. പ്രശ്നബാധിത പ്രദേശങ്ങളിലടക്കം തെരഞ്ഞെടുപ്പ് നടത്തി. കശ്മീരിലടക്കം വലിയ വോട്ടർ ടേൺ ഓവർ ഉണ്ടാക്കി ഒരൊറ്റ ദിവസം കൊണ്ട് വോട്ടെണ്ണി തീർത്ത സമ്പ്രദായം അത് ലോകത്തെ തന്നെ അതിശയിപ്പിച്ചതാണ്. പല ലോകരാജ്യങ്ങളും ഇതിന് ഇന്ത്യയെ പ്രശംസ കൊണ്ട് മൂടിയിരുന്നതാണ്. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഭാരതം. ആ രാജ്യത്ത് തന്നെയാണ് വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ പരീക്ഷണങ്ങളും അതുപോലെ തന്നെ പരിഷ്കാരങ്ങളും ഉണ്ടാകേണ്ടത്. അത്തരമൊരു പരിഷ്കാരം തന്നെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടക്കുമെന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മാറ്റണം, ബാലറ്റിലേക്ക് മടങ്ങണമെന്ന് ഉത്തരവിടണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ഹർജികളും കേസുകളും എല്ലാം സുപ്രീം കോടതി സമക്ഷം എത്തിയതാണ്. പക്ഷേ സുപ്രീം കോടതി പലതവണ തള്ളിയതാണ്. നിങ്ങൾ തോൽക്കുമ്പോൾ മാത്രമാണോ ഈ വോട്ടിംഗ് മെഷീനുമെതിരെ പരാതിയുമായി വരുന്നത് എന്ന ചോദ്യം വരെ സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട്. സത്യത്തിൽ രാജ്യത്തെ ഈ വോട്ടിംഗ് പ്രക്രിയ എന്നത്
സത്യത്തിൽ ഏറ്റവും അടിത്തട്ടിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ബൂത്ത് തലത്തിലാണ് യഥാർത്ഥത്തിൽ വോട്ടിംഗ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള വോട്ടിംഗ് പ്രവർത്തനത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ മാറണമെങ്കിൽ ബൂത്ത് തലത്തിൽ നിരീക്ഷണം നടത്തണം. അങ്ങനെ നിരീക്ഷിക്കാത്തത് കൊണ്ടും തെരഞ്ഞെടുപ്പ് നാളുകളിൽ ഈ മണിമാളികകളിൽ ഇരുന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പട്ടായയിലേക്ക് ടൂർ പോകുന്നത് കൊണ്ടുമാകാം ഇത്തരത്തിലുള്ള സംശയങ്ങളെന്ന് BJP ഇതിനോടകം തന്നെ തുറന്നടിച്ചു കഴിഞ്ഞു. AICC അധ്യക്ഷൻ്റെ മോഹം എന്തായാലും സബലീകരിക്കാൻ പോകുന്നില്ല. സുപ്രീം കോടതി അടക്കം നിരവധി ഉത്തരവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തെ വോട്ടിംഗ് മെഷീനുകൾ രാജ്യത്തിൻ്റെ അഭിമാനമാണ്. തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ പഴിചാരാനുള്ള ഉപകരണമല്ല വോട്ടിംഗ് മെഷീൻ. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനുള്ള വോട്ടിംഗ് മെഷീനാണ്. ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം ലഭിച്ച പല രാജ്യങ്ങളിലും ജനാധിപത്യം അപ്രത്യക്ഷമായിട്ടുണ്ട്. അവിടെയൊക്കെ ഭരണകൂടങ്ങൾ പലതവണ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ ജനാധിപത്യം ശക്തിപ്പെട്ടു പോകുന്നുണ്ട് എങ്കിൽ തീർച്ചയായും കാലാനുസൃതമായി വരുത്തുന്ന മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് വീണ്ടും ബാലറ്റിലേക്ക് മടങ്ങണം എന്നാണ് ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയായ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് എന്നുള്ളത് തീർച്ചയായും ഖേദകരം തന്നെയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.